ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുനാഫ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുനാഫ ഉണ്ടാക്കാനായിട്ട് കുനാഫ ഉണ്ടാക്കണതിൻ്റെ സേമിയല്ല മേടിച്ചത്. എൻ്റെ കയ്യിൽ സേമിയ ഉപ്പുമാവെന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ ആ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നന്നായി ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ 2-3 ടീസ്പൂണ് അല്ലെങ്കിൽ ടേബിൾ സ്പൂണ് ബട്ടറില്ലേ, അത് ഉരുക്കിയത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി എടുക്കുക കേട്ടോ. പിന്നെ ഒരു കപ്പ് പാലെടുക്കുക. അപ്പോൾ ആ കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് നന്നായി മിക്സ് ആക്കുക കേട്ടോ. കട്ടയൊന്നുമില്ല ഈ രീതിയിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് സ്റ്റൗമ്മ വെച്ചിട്ട് മീഡിയത്തിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് തിളപ്പിക്കുക. അപ്പോൾ അത് തിളപ്പിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, കുറുകി വരും. അപ്പോൾ ഈ കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് പാലില്ല, ആ കപ്പ് പാലിൽ നിന്നാണ് കുറച്ച് നമ്മൾ ഒഴിച്ചിട്ട് അത് കോൺഫ്ലോർ മിക്സ് ആക്കിയത്. ബാക്കിയുള്ള പാൽ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി അത് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി തിക്ക് ഗ്രേവി ആയിട്ട് വരും. ആ തിക്ക് ഗ്രേവി ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മധുരം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ മധുരമാണ് ഇട്ടത്. അപ്പോൾ ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാരയും കൂടി ഇട്ടോളാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ക്രീം ചീസാണ് കേട്ടോ. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ക്രീം ചീസ് ഒരു 3/4 കപ്പ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതിൽ തിക്ക് ഗ്രേവി ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ മധുരം നോക്കിയോളൂ. കുറവാണെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടി ഇട്ടോട്ടെ. ഞാൻ മധുരം നോക്കിയില്ല, അത് കാരണം ഇത്തിരി കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് സേമിയത്തിൻ്റെ ഇത് അടിയിൽ ഇങ്ങനെ കുറച്ചിട്ടിട്ട് പരത്തി വെച്ചുട്ടാ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ക്രീമില്ലേ, അതായത് പാലും അതുപോലെ കോൺഫ്ലോറും ഒക്കെ ഉപയോഗിച്ച് ക്രീം അതവിടെ ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായി കട്ടിയായ ക്രീമി ആവണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടി സ്റ്റൗ വെച്ചിട്ട് അതിൻ്റെ പാല് വറ്റിച്ചാവും. ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലാണ് ആക്കിയത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഇത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു. എന്തോരം ഒഴിക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ രണ്ടാമത്തെ മുകളിൽ, അതായത് ആ ചീസൊക്കെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായി പരത്തി. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 200 ഡിഗ്രിയിൽ 2 കോയിൽ ഓണാക്കി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നമ്മൾ ഫില്ല് ചെയ്ത് നല്ല കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചതിന് ശേഷം ഓവനിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് പഞ്ചസാര, അത് നന്നായി ഉരുക്കിയെടുത്ത് ഇട്ടാണ് ചൂടാറിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഗുനാഫ മേടിക്കുമ്പോൾ അതിൻ്റെ സെമിയ ഭയങ്കര തിന്നാണ്. ഇത് അത്ര തിന്നല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ടേസ്റ്റിനൊരു കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കഴിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗുനാഫ ഇത്രയും കാശ് കൊടുത്ത് പുറത്ത് മേടിക്കുന്നതിനേക്കാൾ ഭേദം നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഈ സേമിയ ഉപ്പുമാവിൻ്റെ സേമിയ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ പിസ്ത ഇങ്ങനെ പൊടിച്ചിടാം. പക്ഷേ ഇവിടെ മക്കൾക്ക് നട്ട്സ് താല്പര്യമില്ലാത്ത കാരണം ഞാൻ നട്ട്സ് ഒന്നും ഇട്ടില്ല. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.